ചേച്ചി, നിങ്ങളുടെ ആ സ്വീറ്റ് വിശേഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹം. അതായത് മുത്തശ്ശിയായി, മുതുമുത്തശ്ശിയായി, അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് സൗഭാഗ്യയുടെ എല്ലാ വീഡിയോസൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എല്ലാ വിശേഷം അറിയാം. എന്നാലും നിങ്ങൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത് സുദർശന വന്നതിന് ശേഷം? സുദർശന വന്ന ശേഷമാണ് ലൈഫിൽ ഒരു കംപ്ലീറ്റ്നെസ് വന്നതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. നമുക്ക് ലൈഫിൽ ഒരുപാട് റോൾസ്, നമ്മൾ ഈ സീരിയലിൽ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന പോലെയല്ല, നമ്മുടെ ആക്ച്വൽ ലൈഫിൽ നമുക്ക് ഒരുപാട് റോൾസ് ദൈവം തരുന്നുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ്, ബിലീവ് മീ, ഗ്രാൻഡ് മദർ. അതെ. ഇനി സുബ്ബലക്ഷ്മി അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? അല്ലാതെ ഒരുപാട് സിനിമയിൽ മുതുമുത്തശ്ശിയായിട്ടും മുത്തശ്ശിയായിട്ടും ഒക്കെ അഭിനയിച്ചു, പക്ഷെ ഇപ്പോഴാണ് റിയൽ ആയിട്ട് ആവുന്നത്. അത് മുത്തശ്ശി ക്യാരക്ടർ തന്നെ മുത്തശ്ശിയാക്കി. മുത്തശ്ശി ആയിട്ടില്ല. ഇപ്പൊ മുത്തശ്ശിയായി. ആ മുത്തശ്ശിയായതിന്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ. എന്നാലും ഞാൻ ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സത്യത്തില് നമ്മള് ഇവ മുത്തശ്ശി ആവേണ്ട പ്രായം അല്ല. നമ്മള് കോളേജിലൊക്കെ പഠിച്ച് കളിച്ചടിച്ച് നിങ്ങളെ പോലുള്ളവരെ കാണുമ്പോഴും പഴയ കാര്യങ്ങൾ ഓർമ്മിക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടം വരും. ദൈവമേ, ആ കാലമെല്ലാം പോയല്ലോ, ഇപ്പൊ ഇനി ഇങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കും പോലെ ഇരിക്കണല്ലോ എന്നൊരു വിഷമം വരും. ഈ നമ്മുടെ ഈ ഷോന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വനിതകൾക്കുള്ള ഷോ ആണ്. അതായത് ഇവിടെ വരുന്ന പെർഫോമേഴ്സ് എല്ലാവരും സ്ത്രീകളായിരിക്കും. കുഞ്ഞുങ്ങളാവാം, അമ്മമാരാവാം, അമ്മൂമ്മമാരാവാം ഒക്കെ ആവാം. ആൻഡ് എനിക്ക് തോന്നുന്നു അമ്മ ഈ ഒരു ഷോവിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു ഗസ്റ്റാണ്. കാരണം നമ്മുടെ ആകാശവാണിയിൽ നമ്മളെല്ലാവരും ആദ്യം കേൾക്കുന്ന ഒരു മീഡിയ എന്നൊക്കെ പറയുമ്പോൾ ആകാശവാണിയായിരുന്നു. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു കമ്പോസർ ആയിരുന്നു അമ്മ, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ആകാശവാണിയിലെ 51 ഓഡീഷനായ വ്യക്തിയാണ്. അത്രയും ഒരു എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ തന്നെ അവർ ജീവിച്ചോണ്ടിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനുള്ളത് കൊണ്ട് പറയാണ്, 51 ഓഡീഷനായി, എല്ലാം മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക് എല്ലാം ആയി, ഓരോ ഗ്രേഡ് അതനുസരിച്ച് വാങ്ങി. അന്ന് അച്ഛനാ കവിതകൾ എഴുതി കൊടുത്ത സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് ലേഡി കമ്പോസറായിട്ട്. അതെ. താരചേച്ചിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് സിനിമയിൽ അല്ലെങ്കിൽ സീരിയലിൽ? തുടക്കം മുതലേ, അതായത് ഒരു ഡാൻസർ എന്ന രീതിയിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിരുന്നോ, അതെയോ ഒരുപാട് സ്ട്രഗിളിങ്? ഇല്ല, സ്ട്രഗിളൊന്നും ചെയ്തില്ല. എനിക്ക് ഈ ഡാൻസ് ഒരു ബേസ് ഉള്ളതുകൊണ്ട് ഒരുപാട് ഇൻവിറ്റേഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനതൊന്നും അത്ര കാര്യമാക്കിയില്ല എന്ന് എനിക്കിപ്പോൾ സങ്കടമുണ്ട്. ഞാൻ കുറച്ചുകൂടെ ഡാൻസിൽ ഫോക്കസ് ചെയ്ത് അങ്ങനെ നിന്നത്. അതിങ്ങനെ കുറെ അവസരങ്ങൾ ഞാൻ കളഞ്ഞിട്ടുണ്ട്. എൻ രാസാവിൻ മനസ്സിലെ മീന ഡെബ്യൂ ചെയ്യുന്ന പടം, അതിൽ എന്നെയാണ് ഫിക്സ് ചെയ്തവർ. തമിഴില് 365 ദിവസം ഓടിയ പടമാണ്. ആ പടത്തിൽ ഹീറോയിനായിട്ട് എന്നെ ഫിക്സ് ചെയ്ത് ഞാൻ ചെന്നൈ പോയി ഓഡിഷൻ ചെയ്ത് എല്ലാം റെഡി ആയിട്ട് അപ്പോഴായിരുന്നു എൻ്റെ കല്യാണം. അപ്പൊ തിരിച്ച് ഞാൻ വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, പടം ചെയ്യല്ലേ എന്ന് പറഞ്ഞു. ഓക്കെ. ഇനി ഇവരുടെയൊക്കെ പേരുകൾ ഇപ്പൊ സൗഭാഗ്യയുടെ ആണെങ്കിലും പിന്നെ സുദർശനയുടെ ആണെങ്കിലും, പക്ഷെ നിങ്ങൾ ഇപ്പൊ അമ്മയാണെങ്കിലും ഒക്കെ എസ്സിലാണ്, പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഈ എങ്ങനെ വന്നു? ഒരു താര എങ്ങനെ വന്നു? എനിക്ക് എൻ്റെ കൂടെ ക്ലാസ്മേറ്റ് 2 പേരുണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അവരുടെ പേര് ചിത്ര, താര. ഒരു ഡോക്ടേഴ്സിൻ്റെ കുട്ടികളാണ്. ആ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞങ്ങൾ മധുരയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ കുട്ടികൾ പറയും, നീ എന്നെ മറക്കല്ലേ, എൻ്റെ പേര്. ഞാൻ പറഞ്ഞു, ഒരിക്കലും നിങ്ങളുടെ പേര് മറക്കുക. അതുകൊണ്ട് എന്നെ മൂത്ത മോളുടെ പേര് ചിത്ര, ഇവരുടെ പേര് താര. അങ്ങനെയാണ് ആ 2 പേരും പേര് വെച്ചത്. നിങ്ങൾ ഒരുമിച്ച് സിനിമ അഭിനയിച്ചിട്ടുണ്ടോ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് രാപ്പകൽ ചെയ്തു. രാപ്പകൽ, ശരി ശരി. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാനവിടെ ഒരു ഗുജറാത്തി, അതിനാണ് അമ്മ ആനപ്പുറത്തൊക്കെ കയറിയത്. ആനപ്പുറത്ത് കയറിയത്. അതെ അതെ അതെ. ഗുജറാത്തി അമ്മ കയറുന്ന പറയുമ്പോ മറ്റേ നമ്പൂതിരി പറഞ്ഞു ഞാനും കയറുമെന്ന്. അങ്ങനെ അവർ 2 പേരും കയറി. നിങ്ങൾ 2 പേരുടെ കോംബോ ഭയങ്കര സൂപ്പറാണ്, അല്ലേ? ഷാഫിയാണ് ഈ കോംബോ കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ എവിടെ നിന്ന് എങ്ങനെയാണോ ഇവര് സമ്മതിക്കണ്ടേ? അതെ, കറക്റ്റായിട്ട് നല്ലൊരു പേരും അദ്ദേഹത്തിനും കിട്ടി, എനിക്കും കിട്ടി. അതെ. ഈ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോ എന്തെങ്കിലും രസകരമായ ഓർമ്മകൾ മനസ്സിൽ വരുന്നുണ്ടോ ഉണ്ണികൃഷ്ണൻ? രസകരവും ഉണ്ട്, പേടിയും ഉണ്ട്. പേടി എന്താണ്? ഒരുപാട് എന്നെ വഴക്കുറയും. എന്തിന്? കാരണം അങ്ങേർക്ക് അഭിനയിച്ച് തരൂല, അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ രാപ്പകൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പാണ്ടിപ്പടവാണ്. ആ കാർ ഇവിടെ വന്ന് ഡോർ തുറന്ന് നിൽക്കും, ഞാൻ ഇവിടെ വന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യും, ഈ ഷോട്ട് എടുക്കും. ഇത് കഴിഞ്ഞോണ്ട് വീണ്ടും ഇതിനെ മാറ്റും, കാറിൽ കയറും, 3 മണിക്കൂർ ഉടുമ്പൽപേട്ട അവിടെ പോകും. അപ്പൊ അടുത്ത സീൻ എടുക്കുമ്പോ എന്നെ കാണൂല,
അപ്പൊ എന്നോട് മുത്തച്ഛ ഷോട്ടൊന്നുമില്ലേ, അത് ദേശാടന പക്ഷി, എന്നെ കാണൂല, അത് കിട്ടൂല എന്നൊക്കെ പറഞ്ഞു. എന്നെ പറഞ്ഞു അടുത്ത ദിവസം വരുമ്പോൾ ഇവരില്ല എന്ന് പറഞ്ഞു. മുത്തച്ഛൻ വഴക്കോട്ട്. ഞാൻ പറഞ്ഞത് സാരമില്ല, വയസ്സായില്ലേ, സഹിച്ചു പറയും. അതാ നമ്മൾ വലുതാക്കാൻ വെക്കും. അല്ല, അമ്മയോട് ആനപ്പുറത്ത് കയറാന്ന് പറഞ്ഞപ്പോ അമ്മ സമ്മതിച്ച് കയറി. പുള്ളി വഴക്കുണ്ടാക്കി. അങ്ങനെ അവരെ മാത്രം കയറാൻ ഞാനും കൂടി കയറുന്നു. അങ്ങനെയാണ് പുള്ളിയും കൂടെ കയറിയത്. അല്ല അങ്ങേർക്ക് ചെറിയ സ്കൂളിലെ കുട്ടികളൊക്കെ താല്പര്യം, ആഗ്രഹം. കമൽ സാർ എന്നോട് പറയുന്നു ആനയുടെ പുറത്ത് കയറണം, ഈ പാട്ട് സീൻ ആന എന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. ശരി. അപ്പം മമ്മൂട്ടി ഇവരെല്ലാം പറയാണ് കയറി പോകരുത്, കയറി താഴെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരൊറ്റ മനുഷ്യരെ പിടിക്കൂല എന്നൊക്കെ ഇവരൊക്കെ എന്നെ കളി പറയാം. ഞാൻ പറഞ്ഞു ഡയറക്ടർ പറഞ്ഞത് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും പറയണം, ചെയ്യണമല്ലോ. ഡയറക്ടർ ഇങ്ങനെ പോകുമ്പം പുള്ളി വിളിക്കുകയാണ് മുത്തശ്ശൻ, സാറേ ആനയുടെ പുറത്ത് ഞാൻ കയറില്ലേ? അപ്പൊ സാർ പറഞ്ഞു മുത്തശ്ശൻ കയറുമോ? ഞാൻ കയറും. ആണോ എന്ന് പറഞ്ഞപ്പോ പിന്നെ ക്രെയിനൊക്കെ കൊണ്ടുവന്ന് കയറി. ഇവിടെ ആൾക്കാർ ഇവരെല്ലാം മൊത്തം എന്നെ ഇട്ട് രണ്ടെണ്ണവും കയറിയിരിക്കും. ആദ്യം മുത്തശ്ശൻ കയറി ആനയിലിരുന്നപ്പോ ആന മുള്ള് രോമല്ല ഇങ്ങനെ മുള്ളു പോലിരിക്കുന്നു. അത് കുത്തിയപ്പോ ഇങ്ങനെ കുറെ കൂടെ ഇറിറ്റേഷനായി. അവിടെ ഇരുന്നു കൊണ്ട് ദേഷ്യത്തിലെങ്ങനെ ഞാൻ പതുക്കെ പിന്നെ എന്നെ കയറ്റി അവിടെ കയറിയിരുന്നു. അത് തന്നെ എനിക്കും. അപ്പൊ എന്നോട് പറയാ ഇതിനകത്തൊരു മെത്തയോ എന്തെങ്കിലും ഇട്ടൂടെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു എനിക്കെങ്ങനെ അറിയാം, എന്നെ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ മുത്തശ്ശന്റെ മുകളിൽ ഇങ്ങനെ കൈ പിടിക്കാൻ ഞാൻ കൈ വെച്ച് അങ്ങനെ ഒറ്റത്തട്ട്, എന്തിനു കൈ പിടിക്കുന്നു? ഞാൻ പറഞ്ഞു അയ്യോ സാർ ഞാൻ പിടിച്ചതല്ല, ഡയറക്ടർ താഴെ നിന്ന് പറയുന്നു ഞാൻ കൈ പിടിച്ചെന്നേ ഉള്ളൂ. അന്ന് ഞാൻ ഒന്നും മിണ്ടാതെ പറഞ്ഞു ഇങ്ങനെ എനിക്ക് അപ്പൊ താഴെ നിന്ന് കമൽ സാർ വിളിച്ചു പറഞ്ഞു മുത്തശ്ശ കൈയെടുത്ത് മാറ്റരുത്, നിങ്ങളുടെ കൈ വെച്ചിട്ട് വേണം ചെറുതായിട്ട് ഒന്ന് ആ പാട്ടിന് തക്കവണ്ണം മൂച്ച് വേണം എന്നൊക്കെ പറഞ്ഞു. ആണോ? എന്നാ കൈ പിടിക്ക. എന്തൊരു ഞാനിങ്ങനെ പിന്നെയും കൈ ഇങ്ങനെ വെച്ചു, ഒന്നും വേണ്ടിയില്ല. ഞാൻ ഉണ്ടായിരുന്നു പാട്ടൊന്നും അങ്ങനെ എന്താപ്പോ താഴെ ഇറങ്ങി വന്നത്തെ എന്നെ ഇവരെല്ലാരും കൂടെ പറയാൻ വെച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ ഒരു അരമണിക്കൂർ എടുത്ത ഒരു അങ്ങനെ ഒരുപാട് നമുക്ക് ഒരു രസം. ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു സർപ്രൈസ് ആയിട്ട് ഒരു ചോദ്യമായിട്ട് ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് LED വാളിൽ ഒരാൾ വരും, നോക്കാം ആരാണ്, എന്ത് ചോദ്യമാണെന്ന്. അതായത് എനിക്ക് ഒരേ ഒരു ചോദ്യം താര കല്യാണോടാണ് ചോദിക്കാനുള്ളത്. ഈ താര ടീച്ചർ എപ്പോഴും പറയുമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ലോകത്ത് എന്റെ മോളാണ്, എന്റെ മോളെ കഴിഞ്ഞ് എനിക്ക് ആരും ഉള്ളത്. ആ ചോദ്യം ഇപ്പോൾ ചോദിച്ചാൽ ഇതേ തന്നെ ഉത്തരമായിരിക്കുമോ പറയുന്നത്? ഉത്തരത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? കാരണം എന്താണെന്നും കൂടി പറയണം. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് സൗഭാഗ്യം അല്ലാണ്ട് ഈ ലോകത്ത് വേറെ ഒരാളെ അത്ര എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല എന്ന് 100% വിശ്വസിക്കുന്ന ഒരാളാ. എനിക്ക് അത്രയും വേറെ ആരെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. സൗഭാഗ്യയുടെ അത്ര ഇഷ്ടം ഒരാളെ അത്ര ഇഷ്ടം എനിക്ക് ഹസ്ബൻഡിനൊക്കെ എത്രയോ താഴെയാണ്. ഹസ്ബൻഡ് സൗഭാഗ്യം അങ്ങ് എത്രയോ മുകളിലാ. സൗഭാഗ്യ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടാൻ എന്താണ് കാര്യം? സാധാരണ ഒരു അമ്മയും ഒരു കുഞ്ഞും പോലെയല്ല, സൗഭാഗ്യ എക്സ്ട്രോർഡിനറിയാണ്. അപ്പൊ എനിക്ക് എന്റെ ലൈഫില് ദൈവം തന്ന ഏറ്റവും വലിയ നിധിയാണ് എനിക്ക് എന്റെ മകൾ. പെട്ടെന്ന് ഷോർട്ട് ടെമ്പർ അവൾക്ക് അതല്ല. എനിക്ക് എന്റെ മോൾ അത്ര ജീവനാ. അതുപോലെ എനിക്ക് വേറെ ആരും എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ സുദർശന മേളിൽ പോയി. സുദർശന കുറച്ച് മേളിൽ പോയി. എന്റെ കൊച്ചുമോളെ കൊച്ചുമോളെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ ഭർത്താവ് തിരിച്ച് ഞങ്ങളുടെ ഫാമിലിയിലോട്ട് വന്നതാണ്. അത് ഞാനിങ്ങനെ പല പ്രാവശ്യം അത് അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അതിന് എത്ര വിഷമിച്ച് കരഞ്ഞിരുന്നാലും ആ കുഞ്ഞിനെ ഞാൻ എടുക്കുമ്പോൾ ഒരു നേരം എന്റെ മുഖത്ത് ഇങ്ങനെ നോക്കി
സമാധാനപ്പെടും. സൗഭാഗ്യടുത്ത് പോലെ അത് ചെയ്യാറില്ല. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. അന്നൊന്നും എനിക്ക് വിട്ടു തന്നിട്ടില്ല ഹസ്ബൻഡ്. അതിൻ്റെ ആ ഒരു വിഷമം ഇപ്പം തീർക്കുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തിരിച്ച് അന്ന് തരാൻ പറ്റാത്ത മാറ്റി വെച്ചിരുന്ന അല്ലെങ്കിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ കുറേ സ്നേഹം ഇന്ന് കുഞ്ഞു വഴി എനിക്ക് കിട്ടുകയാണ്. അപ്പോൾ എനിക്ക് സുദർശനം ഒത്തിരി മുകളിലാണ്.